അവര് ഏകദേശമൊക്കെ സംസാരിച്ച് ഒരു ധാരണയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും മുൻ മുഖ്യമന്ത്രി വന്നിരുന്നു, കെ സി വേണുഗോപാൽ വന്നിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി എന്ന നിയുക്തമുണ്ട്, അവരെല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, അത്രമാത്രം പറഞ്ഞു. കൂടെ മന്ത്രിമാരുണ്ടാകുമോ? അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന അൻവർ സാദത്തോ ഐ സി ബാലകൃഷ്ണനോ അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഏർപ്പാട് ഇതിന്റെ അകത്തില്ല. എല്ലാം കോൺഗ്രസിന്റെ പ്രധാന വകുപ്പുകൾ കിട്ടും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരം അല്ലാതെ രമേശ് ചെന്നിത്തല അദ്ദേഹമായിട്ട് ആ കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഏതാണ് ആഗ്രഹിക്കുന്നത് അവർ സംസാരിക്കുക, അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ആ രമേശ് ചെന്നിത്തലയുടെ കാര്യം ഒരു വിഷയമല്ല, അദ്ദേഹത്തിന്റെ വകുപ്പ് ഒരു വിഷയമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതല്ല, വേറെ ഒന്ന് രണ്ട് ആളുകൾ, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള ഐ സി ബാലകൃഷ്ണൻ, ഇവർക്കൊക്കെ മന്ത്രിയായി കൊള്ളാവുന്നത്, അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊള്ളണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെത്തോ രണ്ടുപേരെത്താനുള്ള സാധ്യതയുണ്ടോ? അതൊന്നും പറയാനാവില്ല. അതൊക്കെ ആലോചിച്ചും പല പല ഘടകങ്ങളില്ലേ. അപ്പൊ അത് നമ്മൾ അത്തരം കാര്യങ്ങൾ എല്ലാവരും സംസാരിച്ചില്ല. ഇവരെല്ലാം സീനിയർ ആയതുകൊണ്ടാണ്, അല്ലാതെ ഗ്രൂപ്പ് ആയതുകൊണ്ടല്ല. 4ാമത്തെ പ്രാവശ്യമാണ് രണ്ടുപേരും എം.എൽ.എ. മാരാണ്. അതുകൊണ്ട് അവരെ പരിഗണിക്കണം. 2011 മുതൽ അവരെല്ലാം എം.എൽ.എ. മാരാണ്. സ്വാഭാവികമായിട്ട് അവരുടെ കാര്യം പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. അല്ലാതെ ഗ്രൂപ്പിന്റെ പേരിൽ മാത്രമല്ല, ഞങ്ങളൊരു ജനറലായിട്ടാണ് ഇപ്പോൾ. പാർട്ടിയിൽ അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ല. പോസിറ്റീവായിട്ട് പോവുകയാണ് ശരിക്കും. തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ അവസാനിക്കൂല. ഉറപ്പായിട്ടും ഒരു പ്രശ്നമില്ലാതെ അവസാനിക്കുന്ന. കാരണം അല്ലാതെ ഞാൻ നേരത്തെ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. ഇന്നലെ തന്നെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ അവിടെ കാണുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, അതിനുശേഷം AICCയുടെ പ്രതിനിധികളും ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ അവരെല്ലാം വന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. നമ്മുടെ വകുപ്പൊന്നുമല്ല പ്രശ്നം. ഈ പറഞ്ഞതുപോലെ 4 പ്രാവശ്യം എം.എൽ.എ. മാരായ കണ്ട ആളുകളുടെ കാര്യത്തിൽ പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇവർ രണ്ടുപേരാണല്ലോ കൂടുതൽ സീനിയർ. അത്രയും സീനിയർ ആയിട്ടുള്ള ആളുകൾ പിന്നെ അധികം ഇല്ല. ഒരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും അതൊന്നും ഇപ്പോൾ ഉള്ള കാര്യം. ഇപ്പം മന്ത്രിസഭാ രൂപീകരണമേ ഉള്ളൂ. അല്ല, അത് വേറൊരു കാര്യം. അതൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വേക്കൻസി ഒന്നുമില്ല. KPCC പ്രസിഡന്റ് വേക്കൻസി ഉണ്ടാകാൻ അദ്ദേഹം മന്ത്രിയാവുമ്പോൾ മാറിക്കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കാണ് പാർട്ടി നേതൃത്വം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചു. ഇതിനൊപ്പം പ്രസിഡന്റ് ഉണ്ടാവില്ല. ഇതിനൊപ്പം പ്രസിഡന്റ് തീരുമാനമോട് വരും. അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യം. സമയത്ത് KPCC പ്രസിഡന്റ് നിയമിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അത് പണ്ടായിരുന്നു. ബാക്കി ചരിത്രത്തിൽ വേറൊരു പ്രശ്നമേ, ഈ MP-മാരായവരും MLA-മാരായവരും ഒക്കെ തന്നെ KPCC അധ്യക്ഷന്മാരായി എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതങ്ങനെ ഒരു പാർട്ടിക്ക് നേരത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ശ്രീ കെ മുരളീധരൻ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഗുണകരം എന്നുള്ളതല്ല, അത് മൊത്തത്തിൽ പാർട്ടിയുടെ നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്കിപ്പോ ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ളതല്ല. അതാണ് പാർട്ടിയുടെ നേരത്തെ മുതലുള്ളൊരു നയമാണ്, പാർട്ടിയുടെ AICC തീരുമാനമുള്ളതാണ്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതാണ് ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഓടിക്കുന്നൊരു ആഗ്രഹമൊക്കെ പറഞ്ഞായിരുന്നു. അതിനെ ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ആഗ്രഹമൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും തെറ്റുള്ളതല്ല. അദ്ദേഹം സീനിയറായിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഇപ്പം മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾക്ക് അഭിപ്രായം തന്നെയാണ്? അല്ല, എനിക്കതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം പാർട്ടിയുടെ തീരുമാനമല്ലേ. അല്ല, അതൊക്കെ ചെറിയ കാര്യം. ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതൊക്കെ അപൂർവമായിട്ടുണ്ട്. ഇതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മിനിങ്ങാന്താ. ഇന്നിപ്പം മന്ത്രിസഭയൊക്കെ ഒരു 90% കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. തിങ്കളാഴ്ച എല്ലാം ഫുൾ മന്ത്രിസഭ, ഫുൾ ക്യാബിനറ്റ് ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും. ഉറപ്പായിട്ടും ഒരു കാരണമോ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ അത് കാലാവസ്ഥ വെച്ചായിരിക്കും മൺസൂണൊക്കെ വരുന്നേ ഉള്ളൂ. ഈ വർഷം ഇച്ചിരി താമസിച്ചാണെന്ന്. ഹാപ്പിയായി എല്ലാവരും ഹാപ്പി, ഒരു കുഴപ്പമില്ല. വിചാരിച്ചതൊക്കെ നടന്നു.
പിന്നെ വിചാരിച്ചത് പറഞ്ഞ് നടന്നാൽ പിന്നെ എല്ലാവരും വിചാരിച്ചതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖകരമായ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ജോസഫ് വാഴക്കൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തുമെന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാം. കാരണം രമേശ് ചെന്നിത്തലയുമായി ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഒരാളാണ് ജോസഫ് വാഴക്കൻ. അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയാണ് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് അത് നേരത്തെ തന്നെ ധാരണയായതാണ് എന്ന് പറയുന്നു. കൂടെ രണ്ടുപേരുടെ പേരുകൾ കൂടി നൽകിയിരുന്നു എന്ന് പറയുന്നു. അത് IC ബാലകൃഷ്ണൻ്റെയും അൻവർ സാദത്തിൻ്റെയും പേരുകളാണ്. രണ്ടുപേരും 4ാം തവണ MLA ആവുന്ന ആളുകളാണ്. ആ നിലയ്ക്ക് ഏറ്റവും സീനിയറായ MLA മാർ എന്ന നിലയ്ക്ക് അവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം കൂടിയാണ് നൽകുന്നത്. എനിക്കൊപ്പം VV അരുൺ കൂടി ചേരുന്നു. അരുൺ, നമുക്ക് മനസ്സിലാവുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം എന്നതിൽ ഉറപ്പായി കഴിഞ്ഞു, തീരുമാനമായി കഴിഞ്ഞു. ഈ IC ബാലകൃഷ്ണൻ്റെയും അൻവർ സാദത്തിൻ്റെയും വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അങ്ങനെയല്ലേ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ ജോസഫ് വാഴക്കന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം വ്യക്തമാക്കുകയാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്ന വകുപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത്. KC വേണുഗോപാലിന്റെതും സമാനമായ പ്രതികരണം വന്നു. VD സതീശൻ തന്നെ നിയുക്ത മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്ന വകുപ്പ് കിട്ടും, അദ്ദേഹത്തെ മറ്റ് പ്രയാസം ഉണ്ടാകില്ല. അതായത് ആഭ്യന്തര വകുപ്പ് ഉറപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും VD സതീശൻ മന്ത്രിസഭയിലും ആഭ്യന്തര വകുപ്പിലേക്ക് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മുൻ കേന്ദ്രമന്ത്രിയായ ACC പ്രവർത്തക സമിതി അംഗമായിരുന്ന, അതുപോലെ തന്നെ നേരത്തെ KPC അധ്യക്ഷൻ കൂടിയായിരുന്ന രമേശ് ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായി എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതുതന്നെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അനുയായി, ഏറ്റവും അടുത്ത വിശ്വസ്തൻ ജോസഫ് വാഴക്കനും സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റ് തർക്കങ്ങളൊന്നും ഉണ്ടാകില്ല, അദ്ദേഹം ആഗ്രഹിക്കുന്ന വകുപ്പ് ലഭിക്കും. രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദ നീക്കങ്ങൾ ആ അർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അവിടെ അവസാനിക്കില്ല. ഇനിയും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ, അദ്ദേഹത്തിനൊപ്പം എക്കാലവും നിൽക്കുന്ന അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ പോലുള്ള ആളുകളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. ഇതിലൊരാളെങ്കിലും മന്ത്രിസഭയിൽ എത്തുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ രണ്ടുപേരും എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അൻവർ സാദത്ത് ആലുവയിൽ തുടർച്ചയായി 3 തവണ 4ാം തവണ ജയിച്ച ആളാണ്. അതുപോലെ IC ബാലകൃഷ്ണൻ തുടർച്ചയായി മാനന്തവാടിയിൽ തുടർച്ചയായി ജയിച്ചു വരുന്ന, സുൽത്താൻ ബത്തേരിയിൽ തുടർച്ചയായി ജയിച്ചു വരുന്ന നേതാവാണ്. ഇവരും മന്ത്രിസഭയിലേക്ക് വന്നാൽ അത്ഭുതപ്പെടാനില്ല. മറ്റൊന്ന് KPC അധ്യക്ഷ സ്ഥാനമാണ് ജോസഫ് വാഴക്കൻ. അതിൽ ഇപ്പോൾ ചർച്ചകൾ ഉണ്ടാകില്ല സൂചനയാണ് വാഴക്കൻ നൽകുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രമേശ് ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നു, അതും ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായി തന്നെ എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കാര്യം. കിരൺ ബാബു. ശരി VV, എനിക്കൊപ്പം VR കാർത്തിക് കൂടി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും. കാർത്തിക്, ഇപ്പോൾ വാഴക്കൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. 2 പേരുകൾ കൂടി നിർദ്ദേശിക്കുന്നു. 2 പേര് മെറിറ്റുള്ള 2 പേരുകളാണ്. അത് ഗ്രൂപ്പിന്റെ പേരിലല്ല അങ്ങനെ നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഗ്രൂപ്പ് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരുടെയും മെറിറ്റ് ശരിയാണ്. 4ാം തവണ MLA മാരാകുന്ന 2 പേർ, അൻവർ സാദത്തും IC